ഹായ് ചങ്കുകളെ, ഇന്ന് നമ്മൾ ഫ്രൈഡേ ആഘോഷിക്കാൻ പോയിരിക്കുന്നത് മസ്കറ്റ് സുൽത്താൻ്റെ പാലസിലേക്കാണ് കേട്ടോ. അപ്പോൾ പോയങ്ങുന്ന വഴിയിൽ ഡാർസൈറ്റിലെ ലുലുവാണ് ആദ്യം നിങ്ങൾ കണ്ടത്. അതിനുശേഷം ഒരുപാട് കാഴ്ചകൾ നിങ്ങൾക്ക് ഞാൻ കാട്ടിത്തരാം. ഒത്തിരി പൂക്കൾ കൂടുതലും ഇന്ന് ഒരുപാട് പൂക്കളെ ആസ്വദിക്കാൻ വേണ്ടിയാണ് നമ്മൾ മസ്കറ്റ് പാലസിലേക്ക് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ മത്രയിലുള്ള ഒരു പൂക്കളുടെ ഒരു ശേഖരണം തന്നെയാണത്. ഇതെല്ലാം ഇനി കാണാൻ പോകുന്നത് നമ്മൾ കാണുന്നത് മസ്കറ്റിലെ മത്രയിലെ കപ്പലുകളാണ് കേട്ടോ. മത്രയിലെ കടലിൽ വന്ന് കിടക്കുന്ന കപ്പലുകളാണ് അത് കേട്ടോ. എന്നും നമുക്ക് ഈ 2-3 കപ്പൽ എപ്പോൾ പോയാലും നമുക്കവിടെ കാണാൻ പറ്റും. അതെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ പാലസിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയെല്ലാം നല്ല ഒറിജിനൽ പൂക്കൾ വച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. കൂടുതലും ഈ മസ്കറ്റിൽ പൂക്കളോട് ഭ്രമമാണ് മസ്കറ്റിലെ സുൽത്താൻ കേട്ടോ. അപ്പം ഓരോ ഭാഗങ്ങളിലും അതിൻ്റേതായ രീതിയിൽ പൂക്കളുടെ അലങ്കാരം തന്നെയാണ്. അതിനുശേഷം നമ്മൾ പാലസ് എത്താറാകുമ്പോൾ നമ്മുടെ ഈന്തപ്പനകളുടെ അടുത്ത് കുറേയധികം ലൈറ്റുകളും കത്തിച്ച് എന്ന് വേണ്ട പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷമാണ് നമ്മൾ പാലസിലേക്ക് പോകുന്ന വഴിയിൽ. അത്രയും കാണാൻ ഭംഗിയായ സ്ഥലങ്ങളാണ്. ഇതൊരു പള്ളിയാണ്, നിസ്കാര പള്ളിയാണ്. അതൊക്കെ ഒരുപാട് ഇവിടെ കൂടുതലും പള്ളികൾ ഒരുപാട് പള്ളികളുണ്ട്, നിസ്കാര പള്ളികൾ. അതൊക്കെ നമുക്ക് ഒരു സന്തോഷം തന്നെയാണ് ആ കാഴ്ചകൾ. അപ്പം നമ്മൾ സുൽത്താൻ്റെ ഒരു ഫോട്ടോ അവിടെ കാണുന്നുണ്ട്. സുൽത്താൻ നമ്മൾ മസ്കറ്റ് പാലസിൽ എത്താറായിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം വളവുകൾ കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പം എല്ലാ സ്ഥലത്തും ഒരുപാട് നമുക്ക് സന്തോഷം തരുന്ന കാഴ്ചകളുണ്ട്. അപ്പം നമ്മുടെ പാലസിലേക്കുള്ള കൊട്ടാരത്തിൽ എത്താറായിരിക്കുകയാണ്. കാരണം ഇനി ഏകദേശം അല്പസമയത്തിനുള്ളിൽ നമ്മൾ കൊട്ടാരത്തിൻ്റെ കവാടം കടന്നിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർക്ക്, കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി തന്നെയാണ് ചേച്ചി ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ മസ്കറ്റിലെ സുൽത്താൻ്റെ പാലസിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം കാർ പാർക്കിങ് ചെയ്യാനെ കൊണ്ടുള്ള സെറ്റപ്പൊക്കെ നമ്മൾ അവിടെ നോക്കിയാണ് പാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ കൊട്ടാരത്തിനകത്തേക്ക് പോവുകയാണ്. ഒരുപാട് നല്ല കാഴ്ചകൾ നിങ്ങളെ ഞാൻ ടാറ്റയൊക്കെ പറഞ്ഞ് വിളിക്കുകയാണ്. ഒരുപാട് നല്ല കാഴ്ചകൾ അതിനകത്ത് കാണാനുണ്ട്. കയറുമ്പോഴേ നമ്മൾ പൂക്കളുടെ ഒരു അലങ്കാരം തന്നെയാണ് നമുക്ക് ആദ്യമേ നമ്മളെ ആകർഷിക്കുന്നത്. പല സെക്ഷനിലും പല രീതിയിലുള്ള ഒരു ഡെക്കറേഷൻ തന്നെയാണ് പൂക്കൾ കൊണ്ടുള്ള. അത് വെറും പൂവല്ല, ഒറിജിനൽ പൂ തന്നെയാണ്. അത്രയും കൃത്യമായി അവർ പരിപാലിച്ചിരിക്കുകയാണ്. അപ്പം ഞാനിതെല്ലാം കണ്ട് എല്ലാം വീഡിയോസൊക്കെ എടുത്ത്, കാരണം എൻ്റെ പ്രിയ ചങ്കുകൾക്ക് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് കരുതി എല്ലാ വീഡിയോസും എടുത്തുകൊണ്ട് ഞാൻ ഇപ്പുറത്തെ സൈഡേ അങ്ങോട്ട് പോവുകയാണ്. മറ്റവരെല്ലാം അങ്ങോട്ട് പോവുകയാണ്. കാരണം അവർക്ക് ആദ്യമായിട്ടാണ് മസ്കറ്റിൽ വന്നിട്ട് മത്ര പാലസ് കൊണ്ടുപോയി കാണിക്കുന്നത്, ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ ഫാമിലിയെ. അപ്പോൾ ഇതൊരു നക്ഷത്രം പോലെയുള്ള ഈ പൂവാണ്, നമ്മുടെ സ്റ്റാർ പോലെ ഇരിക്കും കേട്ടോ. ഇതെല്ലാം നല്ല പച്ചപ്പുള്ള ഓരോ സൈസ് പൂക്കളാണ്. അതിൻ്റേതായ ആ ഒരു ഭംഗി ഒന്ന് കണ്ട് ആസ്വദിക്കാൻ തന്നെ ഉള്ളതാണ് കേട്ടോ. കാരണം പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഞാനും ആ എല്ലാ ഭാഗങ്ങളും സൂൺ ചെയ്ത് തന്നെ ആ വീഡിയോസ് എടുക്കുകയാണ്. അങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ ഞാൻ ഇതിനു മുമ്പൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഇത്രയേറെ ഭംഗി തോന്നിയത് ഇതാദ്യമായിട്ടാണ്. ഈ പൂക്കളുടെ ഇത്രയധികം ആ ഡെക്കറേഷൻ, ഓരോ പൂക്കളും അതിൻ്റേതായ ഡിസൈൻ ചെയ്ത് കിളിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അതിന് ആ സൈഡിൽ കാണുന്നതെല്ലാം നമ്മുടെ നാട്ടിലെ കടലാസ് ചെടിയാണ് അങ്ങേയറ്റത്ത്. ബാക്കിയെല്ലാം നമ്മളെ ജമന്തി പൂക്കളാണ് പലസ്. അപ്പോൾ അവിടെ ഒരു കൊച്ചവിടെ നിൽക്കുന്നു. അതിനെ ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല. അപ്പം നമ്മൾ പാലസിൻ്റെ അടുത്തേക്ക് വരികയാണ്. നമ്മുടെ മത്രയിലെ നമ്മുടെ മസ്കറ്റിലെ സുൽത്താൻ്റെ പാലസാണ് കേട്ടോ. ഇത് കാണാനാണ് ഒരുപാട് ആൾക്കാർ ഒമാനിൽ നിന്ന് നമ്മുടെ മസ്കറ്റിലേക്ക് വരുന്നത്. കാരണം ഈ പാലസ് അത്രയും പ്രശസ്തമായ ഒരു പാലസാണ്. അപ്പം നമുക്ക് ഗേറ്റിൻ്റെ കമ്പിയുടെ ഇടയിൽ കൂടി ഞാൻ സൂൺ ചെയ്ത് എടുത്തിരിക്കുകയാണ് പാലസ്. അവിടെ ഒരുപാട് അവിടുത്തെ എന്താ പറയുക, നമ്മുടെയൊക്കെ നാട്ടിൽ പട്ടാളക്കാരെ പോലുള്ള അവർ അവിടെ അവർ പരിശീലനമൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരുപാട് നമ്മൾക്ക് നാട്ടിലൊക്കെ ഇതെന്ത് വിളിക്കും, ശംഖ് വിളിക്കുന്നത് പോലുള്ള സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് ആവും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഓഡിയോയായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പം മസ്കറ്റ് പാലസ് കണ്ടിട്ടില്ലാത്തവർ ഇതാണ് മെയിൻ ഗേറ്റിലെ ചിഹ്നം, പാലസിൻ്റെ ആ ഒരു ചിഹ്നം അതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം നിറഞ്ഞ കാഴ്ചകളാണ് എനിക്കിവിടെ കാണാൻ പറ്റിയത്. അതിനുശേഷം വീണ്ടും ഞാൻ അടുത്ത സൈഡിലെ പൂക്കളിലേക്ക് പോയിരിക്കുകയാണ്. കാരണം എത്ര കണ്ടാലും മതി വരാത്ത അത്രയും മനോഹരമായ പൂക്കളാണ്. അതും ഒരേ രീതിയിൽ
ഡിസൈൻ ചെയ്ത് വച്ചിരിക്കുകയാണ്. ഡിസൈൻ ചെയ്ത് അവർ പരിപാലിച്ച് കാത്തു സൂക്ഷിച്ച് വച്ചിരിക്കുകയാണ്. കാരണം ഇത് എന്ന് വന്നാലും ഇവിടെ ഇങ്ങനെ തന്നെയാണ്. കാരണം പൂക്കൾ നഷ്ടപ്പെട്ടാൽ എത്ര ചൂടായാലും വീണ്ടും വീണ്ടും അവർ പൂക്കൾ ഇട്ട് പിടിപ്പിച്ച് ഇതേപോലെ ഒന്ന് നശിക്കുമ്പോൾ അടുത്തത് അതിനൊപ്പം വരത്തക്കോണമുള്ള ഒരു പരിപാലനമാണ് ഈ പാലസിൽ ഇവിടുത്തെ ജീവനക്കാർ അതിനെ കാത്തു സൂക്ഷിക്കുന്നത്. മസ്കറ്റ് പാലസിൽ ഞാൻ വീണ്ടും ഒന്ന് ആ ലൈറ്റിൻ്റെ ഡെക്കറേഷനൊക്കെ നിങ്ങളെ എടുത്ത് കാണിക്കുകയാണ്. അങ്ങേ സൈഡിൽ ആ പൂക്കളും ഒക്കെ ഒരുപാട് പേര് അവിടെയൊക്കെ വന്ന് ഇരുന്നിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ഒരു മലയാണ്, ഒരു ഗുഹ. അതിനകത്ത് ഒരുപാട് കോട്ടകളുണ്ട് കേട്ടോ. ആ കോട്ടകളിലെ ലൈറ്റാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഇവിടെ നിന്ന് കണ്ടിട്ട് നമുക്ക് അത്രയും ഭംഗി തോന്നില്ല. അത് പാലസിൽ തന്നെ ചെന്ന് നമ്മൾ അവിടെ നിന്ന് ആ കോട്ടയുടെ ഫോട്ടോ എടുക്കണം. എന്നിരുന്നാലേ നമുക്ക് അതിൻ്റേതായ ഒരു സന്തോഷം. എന്നിട്ട് കണ്ടില്ലേ എന്തോ ഒരു ഭംഗിയെന്ന് നോക്കി. പാലസ് എന്ന് പറയുമ്പോഴെല്ലാവരും പാലസിൽ പോയിട്ട് വീണ്ടും ഞാൻ ആ കോട്ട തന്നെയാണ് നിങ്ങളെ സൂൺ ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് കോട്ടകളാണ് ആ ഒരു കുന്നിൻ്റെ മുകളിൽ. അപ്പോൾ ഇത് അവിടെ തന്നെയുള്ള പള്ളിയാണ് കേട്ടോ. പ്രാർത്ഥനയ്ക്കുള്ള നിസ്കാരത്തിനുള്ള പള്ളിയാണ്. വരുന്നവർക്ക് അതാത് സമയങ്ങളിൽ 5 നിസ്കാരവും അതിൻ്റേതായ സൗകര്യം ഒരുക്കിക്കൊണ്ടുള്ള ഒരു പള്ളിയാണത്. അപ്പം വീണ്ടും നമ്മൾ തിരിച്ച് ഉള്ള ഒരു യാത്രയിലാണ്. തിരിച്ച് നമ്മൾ വീണ്ടും മത്ര സൂക്കിൻ്റെ അവിടെ വന്നപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഇതുപോലൊരു കോട്ടയുള്ള ഒരു ഭാഗമുണ്ട്. അവിടെ നമ്മൾ ടിക്കറ്റ് എടുത്താണ് കയറേണ്ടത്. അപ്പോൾ അതും ഒരുപാട് ഭംഗിയാണ്. അതിൻ്റെ മുകളിൽ ചെന്ന് ഒരുപാട് കാഴ്ചകളുണ്ട്. എപ്പോഴെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ ആ ഒരു വീഡിയോയും ഞാൻ നിങ്ങളിൽ എത്തിച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പം ഒരുപാട് നല്ല ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ എടുത്ത് നിങ്ങളെ കൂടി കാണിക്കണമെന്ന് എനിക്ക് അതിയായ മോഹമായിരുന്നു. അത് രാത്രിയിൽ തന്നെയാണ് നമ്മൾ ഗൾഫിൻ്റെ ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കേണ്ടത്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രകൃതി ഭംഗിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷകരമായ ഒരു യാത്രയായിരുന്നു ഇന്നലത്തെ ഞങ്ങളുടെ. കാരണം ഒരുപാട് കപ്പലുകളൊക്കെ 3-4 കപ്പലുകളെ എനിക്ക് അടുത്ത് കാണാൻ പറ്റി. അതിനുശേഷം നമ്മൾ തിരിച്ച് ഒരു ചായ കുടിക്കാനുള്ള കട തിരക്കി പോകണം. അങ്ങനെ ഒരു കടയിൽ കയറി ചായയും വടയും ഒക്കെ നമ്മൾ മേടിച്ചു, കഴിച്ചു. എല്ലാവർക്കും സന്തോഷമായി. നല്ല സൂപ്പർ അടിച്ചായയാണ് കിട്ടിയത്. അപ്പോൾ അടിച്ചായ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് തന്നെയാണ് ഞങ്ങൾ അവിടെ കയറിയത്. അപ്പോൾ അടിച്ചായ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അടിച്ചായൊക്കെ മേടിച്ച് അത് സന്തോഷകരമായി എൻ്റെ മധുരത്തിനനുസരിച്ച് എനിക്കൊരു അടിച്ചായ കിട്ടി. അപ്പോൾ ഞങ്ങളെല്ലാവരും കുടിച്ചു. പിന്നെ പരിപ്പൂടെ എനിക്ക് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. ഒത്തിരി സന്തോഷം തോന്നി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രൈഡേയിലെ വിശേഷം. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ഓക്കെ, ബൈ.